നമസ്കാരം. നമ്മൾ പലപ്പോഴും ഈ ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പരിചയപ്പെടുത്താറുണ്ട്. അത് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അതിൻ്റെ പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, പരിചയപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് ആണ്. ടൈലിൽ തന്നെ വന്നിരിക്കുന്ന കുറച്ച് പുതിയ പ്രൊഡക്ട്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മനു ഗ്രാനൈറ്റ്സ് ആണ്, നമ്മുടെ മുളങ്കുന്നത്ത് കാവ് ഷോപ്പിൽ. അപ്പോൾ കാണാൻ പോകുന്നത് ഇവരുടെ പുതിയ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്ന മനു ഗ്രാനൈറ്റ്സ് ആണ്, മുളങ്കുന്നത്ത് ഷോറൂമിൽ. എൻ്റെ ഒപ്പം മനു ഉണ്ട്. നമസ്കാരം. ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടുപിടി 3 മാസമായി കുറച്ച് പണികളിലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വേറെ ലെവലിൽ വരാൻ പോവാണല്ലേ? വരട്ടെ. ഇന്ന് ഞാൻ ആക്ച്വലി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് പുതിയ പ്രൊഡക്റ്റാണ്. അതെ, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അതെ, ഉറപ്പായിട്ടും ആർക്കും ഇല്ല. ഇന്ത്യയിൽ വേറെ ഒരു ടൈലിനും ഇല്ല. മനു ഗ്രാനൈറ്റ്സ് തൃശ്ശൂരാണ്. തൃശ്ശൂര് മറത്താക്കരയുണ്ട്, മുളങ്കുന്നത്ത് കാവുണ്ട്. അടുത്ത സംഗതികൾ വരുന്നു, പുറകെ അറിയിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ മനു, നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. പറഞ്ഞാട്ടെ, എന്താണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത? ഏതാണ് പ്രൊഡക്റ്റ്? നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഇത് എക്സ്പ്രഷൻ സീരീസ് ആണ്, ജോൺസന്റെ എക്സ്പ്രഷൻ സീരീസ്. ഓ ശരി. അപ്പൊ നമുക്കിത് കാണാം. ഇത് ഗ്ലിറ്ററിംഗ് ആണ് ടൈല്. ഓക്കെ, അതായത് തിളങ്ങുന്നുണ്ട്. എനിക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഈ സാധനം ടച്ച് ആൻഡ് ഫീൽ ചെയ്യണം കേട്ടോ. കാര്യം ഇത് കയ്യില് തടയും. സീരിയസ്ലി ഇത് കയ്യിൽ തടയുന്നതാണ് പ്രത്യേകത. ഇതൊക്കെ ആ ഒരു ഗ്ലിറ്ററിംഗ് ഫീൽ വരുന്ന സാധനം. അതെ, എല്ലാം ഗ്ലിറ്ററിംഗ് ഫീല്. നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വാൾസിൽ ഉപയോഗിക്കാം, നമുക്ക് വാഷ്റൂംസ്, കിച്ചൺ എല്ലായിടത്തും ഉപയോഗിക്കാം. എല്ലാത്തിന്റെയും ഫീലിംഗ് ആണ്, ടെക്സ്ചറും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് പഞ്ചസാണ്, ഒരു ഹെക്സാഗണൽ ഷേപ്പ് പഞ്ചസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു ഹണിക്കോംബ് എന്നൊക്കെ അതെ, ആ രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് എല്ലാം ശരിക്കും ടച്ച് ആൻഡ് ഫീൽ. ഇതൊക്കെ എക്സ്പ്രഷൻ സീരീസ് ആണ് വരുന്നത്. എക്സ്പ്രസ് ചെയ്യുന്ന എന്നുള്ള രീതിക്ക് തന്നെയാണ് അവരത് ചെയ്യുന്നത്. GVT അല്ലേ? എല്ലാം GVT, ഫുള്ളി വെട്രിഫൈഡ്. ഇതൊക്കെ ഫ്ലോറിലും അതുപോലെ തന്നെ ഇതുപോലുള്ള ഐറ്റംസ് വോളിലോട്ട് യൂസ് ചെയ്യും. അതെ, വളരെയധികം തിളക്കവും കാര്യങ്ങളും ഉള്ള മെറ്റീരിയലാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതൊന്നും വേറൊരു ടൈലിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഡിസൈൻസ്. അത് നമ്മുടെ ഉറപ്പാണ്. ഇതിലൊക്കെ വരച്ചിട്ട പോലെയാണ്. ആ വരയിൽ നിറച്ച ഗ്ലിറ്ററിംഗ് വരുന്നത്. ആ ഫോക്കസ് ലൈറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പഞ്ചസാര എറിഞ്ഞ പോലെ ഒരു ഷുഗർ കോട്ട് ഫിനിഷ് ഉണ്ട്. ഷുഗർ ഫിനിഷാ വരുന്നത്. ഇതിലോട്ടൊക്കെ വരുമ്പോ ഇതൊക്കെ ആ ബ്രഷ് ഇങ്ങനെ വീഴുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ അത് മനസ്സിലാവും ശരിക്കും. കാരണം ഒരു എന്താ പറയാ, യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അത് ഇതില് പ്രധാനപ്പെട്ട ഒരു സാധനം എന്താ, ഇതുപോലുള്ള അതില് ചേട്ടാ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതില് 3D പഞ്ചസ് ഉണ്ട്, അതില് ഗ്ലിറ്ററിംഗും ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ആ ഒരു കളറിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് കാണാനും പറ്റും. അതായത് മാറ്റ്, ഗ്ലോസി, ഗ്ലിറ്ററിംഗ്, ഇതിന്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയി വന്നിരിക്കുന്നത്. 4x2 ആണ് ഇതിന്റെ ഒക്കെ സൈസ്. എല്ലാം 4x2 സൈസ് ആണ് വരുന്നത്. നമുക്ക് 160/80 അവൈലബിൾ ആണ്. ഇതില് എനിക്ക് തോന്നുന്നു നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോർ ടൈപ്പ് കൂടാതെ എന്താ പറയുക, ഡെക്കോർ ഇഷ്ടം പോലെ ധാരാളം വന്നിട്ടുണ്ട്. നോർമലി നമ്മുടെ മൊറോക്കൻ സീരീസിലൊക്കെ പെടുന്ന ഡെക്കോർ വരുന്നുണ്ട്. പിന്നെ മെറ്റാലിക് സീരീസ് ശരിക്കും നമ്മൾ മെറ്റൽ പോലെ തന്നെ തോന്നുന്നുണ്ട്. കാരണം അതിന്റെ റിഫ്ലക്ഷൻ കാണാം. അതെ, അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈനും അതിനോടൊപ്പം തന്നെ മെറ്റാലിക്സ് അതിനോടെ വന്നിരിക്കുന്നത്. അതെ, നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനും അങ്ങനത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലുള്ള ഇത് ഹൈലൈറ്റ് വോളുകൾക്കൊക്കെ അടിപൊളി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് എന്റെ വീട്ടിലെ ഓക്സൈഡ് ബ്ലൂ എന്നുള്ള പേരിലായിരുന്നു ഞാനിത് വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എന്റെ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെന്തോ വേരിയേഷൻ ഇതിന് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മെറ്റാലിക് സീരീസിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. കുറച്ചും കൂടെ റിഫ്ലക്ഷൻ, ഒന്നുകൂടെ റസ്റ്റിക് ആക്കി ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കുറെ ഡിസൈൻസ് ഇനിയും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്, ഇഷ്ടംപോലെ ഡിസൈൻസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇതൊരു സോഫ്റ്റ് ലോഞ്ച് ആണ്. ഞാൻ ചേട്ടൻ പറഞ്ഞ ഒരു സോഫ്റ്റ് ലോഞ്ച് ആണ്. ഇതിന്റെ ഫുൾ ഡിസ്പ്ലേ വേറെ വരുന്നുണ്ട്. നമ്മളിപ്പോ ഇതിവിടെ കണ്ടത് കൂടാതെ ഇവിടെ വെച്ചാൽ മനു, ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എനിക്കത് അറിയാനായിട്ടാ. ഇപ്പൊ ജോൺസൺ ആണല്ലോ നമ്മൾ പറഞ്ഞത്. എത്ര രൂപ തൊട്ട് നോർമലി ഒരു 4x2 ടൈലുകൾ? 50 രൂപ, 50 റുപ്പീസ് തൊട്ട് നമുക്ക് കൊടുക്കാം. തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു ഡിസൈനിൽ വരുന്നതാണോ? ഇതൊക്കെ എക്സ്പ്രഷൻസിൽ വരുന്നതാണ്. ചേട്ടൻ ഇവിടെ കാണാം. അതിന്റെ 3D പഞ്ചും അതുപോലെ ഗ്ലിറ്ററും അത്
നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും അത് കിട്ടുക. അതെ അതെ, ഇതൊക്കെ ഇതിലാണെങ്കിലും മൈന്യൂട്ട് വെയിൻസിന്റെ ഗ്ലിറ്ററിങ് കണ്ടില്ല. അതെ അതെ, നോർമലി നമ്മളിത് കാണുന്നത് നമ്മൾ കാവിംഗ് സീരീസിന്റെ അതെ ആ ടൈപ്പ് ഗ്ലിറ്ററിങ് അല്ല കേട്ടോ. അല്ല, കാർവിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പഞ്ച് ഫീൽ ചെയ്യും. ഇത് പഞ്ച് ശരിക്കും ഇല്ല, ക്ലീനിങ്ങിന് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. ഇത് കൊള്ളാട്ടോ സാധനം. കൈ ഓടിക്കുമ്പോൾ നമുക്ക് ആ വെയിൻസ് കിട്ടും. അതെ അതെ അതെ, ആ ഇലയുടെ വെയിൻസ് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു. പാപ്പറെ പറഞ്ഞ ഗ്ലിറ്ററിങ് ഇത് ഇവിടെ കൃത്യമായിട്ട് അവൈലബിൾ ആണ്. ഇതാണെങ്കിലും ഇത് നോക്കുമ്പോഴാണെങ്കിലും നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. ഹൈലൈറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു കിടിലം പ്രോഡക്റ്റ് ആട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ അതിൽപ്പെടുന്നതല്ല. എല്ലാം ഈ കാണുന്നൊക്കെ ആ ഏരിയയിൽ വരുന്ന മെറ്റീരിയൽ. ഇതും കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഗ്ലിറ്ററിങ് ശരിക്കും നമുക്ക് ഇവിടെ അടുത്ത് കാണാം. യെസ്, വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ നമ്മൾ കണ്ടത് 4x2 ഇതിന് തന്നെ നമുക്ക് 160 നമുക്ക് അവൈലബിൾ ആണ്. അതെ അതെ. ഇവിടെ നമുക്ക് ജോൺസന്റെ തന്നെ 6x4 വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. എനിക്ക് ഇവിടെ കുറച്ച് വെറൈറ്റി ഡിസൈൻസും കളേഴ്സും നമുക്കുണ്ട്. ഇതൊക്കെ അതിന്റെ മാറ്റാണ്. അതെ, അത് അതിന്റെ മാറ്റ്. എന്നാലും മാറ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് പഞ്ചസ് ഡീപ്പല്ല, കണ്ടാ ഇങ്ങനെ തോന്നുമെങ്കിലും പക്ഷെ നമുക്ക് ഒട്ടും ചെളി പിടിക്കില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരത്തില്ല. ഇല്ല ഇല്ല. ഇതൊക്കെ എനിക്കൊന്ന് അറിയാനാട്ടോ, 6x4 ഒക്കെ എത്ര രൂപ സ്റ്റാർട്ട്? 6x4 ഒക്കെ ഒരു 94 റുപ്പീസ് തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അതെ, ഇതൊരു വെറൈറ്റി സാധനമാണ്. അതെ, ഒരു വെറൈറ്റി സാധനം. അതായത് കളർ ഭയങ്കര ഒരു മെലോ ഗ്രീൻ ആണ്, എന്നാ ഓവർ അല്ല, ഒട്ടും ലൈറ്റ് അല്ല, വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കളർ. ഭയങ്കര പ്ലസന്റ് മെലോ മൂഡ് കിട്ടുന്ന ഒരു കളറാണ്. മാറ്റ് ഈ പറഞ്ഞ പഞ്ചസ് ഡീപ്പ് അല്ലാത്തതുകൊണ്ട് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കുഴപ്പമില്ല, അതൊരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്, എന്നാൽ ഗ്രിപ്പും കിട്ടും, വളരെ വൃത്തിയായിട്ടുള്ള. അതിന്റെ പോലെ തന്നെ വേറൊരു ഡിസൈൻ ആണ് ഇത് തന്നെ ഒരു പിങ്ക് കളർ എന്ന് വെച്ചാൽ ഡീപ്പ് ആയിട്ടുള്ള ഇൻഡെപ്ത് പിങ്കും അല്ല, ഡീസന്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിന്റെയൊക്കെ ഇപ്പൊ നമ്മൾ മാറ്റ് ആകണ്ട, ഇതിന്റെ ഗ്ലോസി അവൈലബിൾ ആണ്? ഇതിന്റെ രണ്ടിന്റെ നമുക്ക് ഗ്ലോസി അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ഒരു ഗ്ലോസി, അപ്പുറത്ത് നമുക്ക് അതിന്റെ പിങ്ക് അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് മാറ്റും ഗ്ലോസിയും അതുപോലെ ഇതിന്റെ 4x2 നമുക്ക് ഏകദേശം ഒരു 15 to 20 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, കൊടുക്കാൻ സാധിക്കും. അതൊക്കെ ഓൺ ദ വേ ആണ്, നെക്സ്റ്റ് വീക്കിലേക്കൊക്കെ എത്തും. ഈ എക്സ്പ്രഷൻ എത്ര ഡിസൈൻ ഇപ്പൊ നമ്മൾ കണ്ടത് തന്നെ 100+ ഡിസൈൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറെ വന്നിട്ടില്ല ഇതുവരെ. അത്രത്തോളം ഡിസൈൻസ് ഉണ്ട്, 100+ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം 6x4 എല്ലാം പ്രീമിയം ക്വാളിറ്റി. നമ്മൾ എടുത്ത് പറയും, നമ്മൾ പ്രീമിയം ക്വാളിറ്റി മാത്രമാണ് ചെയ്യുന്നുള്ളൂ. സ്റ്റാൻഡേർഡോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ല, ഓൺലി പ്രീമിയം ക്വാളിറ്റി. അത് തന്നെ ബ്രാൻഡഡ്. ജോൺസൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്. അതിൽ എക്സ്പ്രഷൻസ് എടുത്തു പറയാനായിട്ടുള്ള റീസൺ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഡിസ്പ്ലേ ഫിൽ ആയിട്ടില്ല. ഇല്ല, ഡിസ്പ്ലേ ഫിൽ ആയിട്ടില്ല. ഞാൻ പക്ഷെ ഒരു എന്താ പറയാ, ഒരു പുതിയ മെറ്റീരിയൽ വന്നപ്പോൾ ചേട്ടനെ വിളിച്ചൊന്ന് കാണിക്കണം തോന്നി. നമ്മൾ ഏത് പ്രൊഡക്റ്റും ഫസ്റ്റ് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക്. മോക്കപ്പുകളെല്ലാം കയറിക്കൊണ്ടിരിക്കുക. കുറെ വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട്, കളേഴ്സും ഡിസൈൻസും ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസൈനിൽ പെട്ട സാധനങ്ങൾ. അതെ, അതൊക്കെ ഇതാണ്. മൊത്തം കഴിഞ്ഞിട്ടില്ല. ഫ്ലോറൽ സീരീസ് വരുന്നുണ്ട്, അതുപോലെ മാറ്റ് വരുന്നുണ്ട്, മാറ്റിൽ തന്നെ ഫ്ലോറൽ വരുന്നുണ്ട്, പിന്നെ നോർമൽ മാറ്റ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഡിസൈൻ, കുറെ വെറൈറ്റി ഓഫ് കളേഴ്സ്. എന്നത്തേക്ക് തീരുന്നത്? ഒരു 10 ദിവസം കൂടെ. 10 ദിവസം കൊണ്ട് പരിപാടി. ഇതൊരു സോഫ്റ്റ് ലോഞ്ച് മാത്രമാണ്. അത്രേ ഉള്ളൂ. എത്ര ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണതാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ ഒരു 4 days നമുക്ക് കൊടുക്കാൻ പറ്റും, വേറെ ഒരു പ്രശ്നമില്ല. അടുത്ത ഇവിടെ ഒരു മോക്കപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മസ്റ്റർഡ് എന്താണ് പറയുന്നത്, അതിന്റെ ഒരു സാധനം. ഇത് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒട്ടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കയ്യിൽ ഇത് കൃത്യമായിട്ട് പെടും, ഒട്ടിച്ചിരിക്കുന്ന പോലെ തോന്നുക. അതുപോലെ ഇത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ പഞ്ചസ് ഫീൽ ചെയ്യും. അതെ. അങ്ങനെ കുറെ മോക്കപ്സ് ഉണ്ട്. നമ്മുടെ കുറെ ഫ്ലോറല്, പിന്നെ ഞാൻ പറയില്ലേ, കളർഫുൾ ആണ്. കുറെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ്, എല്ലാ രീതിയിലുള്ള കളർ ടോൺസും നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു ഗ്രേ, അതുപോലെ വീണ്ടും ഫ്ലോറല്. ഞാൻ പറഞ്ഞല്ലേ, ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ഒരു 10 ദിവസം 12 ദിവസം അതിലെല്ലാം തീരും അല്ലേ? പിന്നെയുള്ള 8160 അഫോർഡബിൾ റേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു 75 റുപ്പീസ് ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അല്ലേ? അതും പറഞ്ഞില്ല, നല്ല കളേഴ്സ്, ക്വാളിറ്റി. ഈ കാണുന്ന എല്ലാം, അതും നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഗ്ലോസിയും മാറ്റ് കാവിംഗ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള ഡിസൈൻ വരുന്നുണ്ട് ഇതില്. ഏറ്റവും നല്ല ക്വാളിറ്റി, എല്ലാം ക്വാളിറ്റി ഭയങ്കര മെയിൻറ്റൈൻഡ് ആണ്. തിക്നെസ് വളരെയധികം മെയിൻറ്റൈൻഡ് ആണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ടൈൽ എടുക്കുമ്പോ ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ,
ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ 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 അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്നും ചോദിക്കുന്നതാണ്, പക്ഷെ പുതുതായിട്ട് കാണുന്നവർക്കായിട്ട് ഓക്കെ, നമ്മുടെ ഷോറൂംസ് എവിടെയാന്ന് നമ്മൾ പറഞ്ഞു, എവിടോട്ടൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾ കേരള ഓൾ സൗത്ത് ഇന്ത്യ സത്യം പറഞ്ഞാൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഉണ്ട്, ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. യെസ്. അപ്പോൾ വീണ്ടും പറയുന്നു, നമുക്ക് ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ട്രെയിലർ മാത്രം, അതെ 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 പടം ഇറങ്ങാൻ പോകുന്നു, അതെ 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 ഒരു ഗ്ലിംസ് ആയിട്ട് കണക്ക് കൂട്ടുക, സാധനം പുറകെ വരുന്നുണ്ടാവും. ബാക്കിയുള്ള നമ്മുടെ മനു ഗ്രാനൈറ്റ്സിന്റെ ഡീറ്റെയിൽസ്, നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നേരിട്ട് വിളിക്കുക. വീണ്ടും പറയുന്നു, ടൈല് നിങ്ങൾ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറയും, ഉറപ്പായിട്ടും. അതായത് എവിടുന്ന് വരുന്നവർക്കും തൃശ്ശൂർ റൗണ്ട് ചെയ്യുന്ന ഒരു 15 മിനിറ്റ് നമ്മുടെ ഷോറൂമിലേക്ക് കുളംകുന്നത്തുകാവ് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. അതെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ വരണ്ടി. യെസ്, വീണ്ടും സന്ദീപ് വരെ എടുത്തു പറയുന്ന സർവീസാണ്, അത് വളരെ കൃത്യമായിട്ട് കിട്ടും. വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ്ങോ, ഡോക്ടർ.